വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പാർലമെന്റിൽ ഇടത് എം.പി. ജോൺ ബ്രിട്ടാസും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും നേർക്കുനേർ നടത്തിയ വാക് ഫൈറ്റാണ് ഇന്ന് ചാനലുകൾക്ക് കാഴ്ചവിരുന്നായത്. എമ്പുരാൻ സിനിമയെ ചൊല്ലിയായിരുന്നു തർക്കം. എമ്പുരാൻ സിനിമയിലെ മുന്ന എന്ന കഥാപാത്രത്തെ സുരേഷ് ഗോപിയോട് ഉപമിച്ചായിരുന്നു ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ കയറി ചൊറിഞ്ഞത്. എമ്പുരാൻ സിനിമയ്ക്കെതിരെയുണ്ടായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കഴിഞ്ഞ ദിവസവും ബ്രിട്ടാസ് പാർലമെന്റിൽ വിഷയമാക്കിയിരുന്നു. എമ്പുരാൻ സിനിമയിൽ ഒരു കഥാപാത്രമുണ്ട്, മുന്ന. ആ മുന്നയെ ഇവിടെ കാണാം, BJPയുടെ ബെഞ്ചിൽ കാണാം. ഈ മുന്നയെ മലയാളിയും കേരളവും തിരിച്ചറിയും. അതാണ് കേരളത്തിന്റെ ചരിത്രം. നിയമത്തെ അക്കൗണ്ട് പൂട്ടിച്ച പോലെ വൈകാതെ ആ അക്കൗണ്ട് പൂട്ടിക്കും. ഒരു തെറ്റുപറ്റി മലയാളിക്ക്, വൈകാതെ ആ തെറ്റ് തിരുത്തും എന്നു പറഞ്ഞാണ് ജോൺ ബ്രിട്ടാസ് സുരേഷ് ഗോപിയെ പ്രകോപിപ്പിച്ചത്. എമ്പുരാൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് യാതൊരു സമ്മർദ്ദവും നേരിടേണ്ടി വന്നിട്ടില്ല. അതിലെ ഭാഗങ്ങൾ വെട്ടിമാറ്റിയത് നിർമ്മാതാക്കൾ അവരുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ്. എന്റെ പേര് ക്രെഡിറ്റിൽ നിന്ന് ഞാൻ വിളിച്ചു പറഞ്ഞ് നീക്കം ചെയ്യിപ്പിച്ചതാണ്. ഇതാണ് യാഥാർത്ഥ്യം. എമ്പുരാനെക്കുറിച്ച് സംസാരിക്കുന്നവർ TP-51 റിലീസ് ചെയ്യാൻ ധൈര്യം കാട്ടുമോ? സുരേഷ് ഗോപി ചോദിച്ചു. ലെഫ്റ്റ് റൈറ്റ് സിനിമ ഉയർത്തിക്കാട്ടിയും സുരേഷ് ഗോപി ബ്രിട്ടാസിനെതിരെ തിരിഞ്ഞു. കേരള മുഖ്യമന്ത്രിക്കോ TP-51 ലെഫ്റ്റ് സിനിമകളുടെ റിലീസ് അനുവദിക്കാൻ ധൈര്യമുണ്ടോ എന്ന് സുരേഷ് ഗോപി ചോദിച്ചു. എന്നിട്ട് വേണം അവർ എമ്പുരാന് വേണ്ടി ശബ്ദമുയർത്താനെന്നും ബ്രിട്ടാസിന്റെ നാവ് അടപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എമ്പുരാൻ ചിത്രത്തിലെ ഭാഗങ്ങൾ ഒഴിവാക്കാനോ ചിത്രം റീസെൻസർ ചെയ്യാനോ ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കുമേൽ യാതൊരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ് താനീ പറയുന്നത്. ചിത്രത്തിലെ ടൈറ്റിൽ കാർഡിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളെ ആദ്യം ബന്ധപ്പെട്ടതും താനാണ്. ഇതാണ് സത്യം. ഈ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ എന്ത് ശിക്ഷ ഏറ്റുവാങ്ങാനും തയ്യാറാണ്. ചിത്രത്തിലെ 17 ഭാഗങ്ങൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം സംവിധായകന്റെ സമ്മതത്തോടുകൂടി നിർമ്മാതാക്കളുടെയും ചിത്രത്തിലെ പ്രധാന നടന്റേതുമായിരുന്നു. എന്നാൽ ഇതിന്റെ പേരിൽ നാട്ടിൽ നടക്കുന്നത് രാഷ്ട്രീയ സർക്കസ് ആണെന്നും അതുവഴി തന്റെ രാഷ്ട്രീയ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. മുനമ്പം വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിന്റെ കൈ മാത്രമല്ല പൊള്ളിയിരിക്കുന്നത്, മറ്റു പലതും പൊള്ളിയിട്ടുണ്ട്, ഇനിയും പൊള്ളും. അതിന്റെ മുറിവ് നിങ്ങൾ കേൾക്കുമെന്നും ബ്രിട്ടാസിനോടായി അദ്ദേഹം പറഞ്ഞു. ഈ രാഷ്ട്രീയ പാർട്ടി 800ഓളം പേരെയാണ് കേരളത്തിൽ കൊന്നൊടുക്കിയിട്ടുള്ളത്. അവരുടേത് കൊലപാതക രാഷ്ട്രീയമാണ്. മുനമ്പത്ത് 600ഓളം കുടുംബങ്ങളെ ചതിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം അറബിക്കടലിൽ മുക്കുകയല്ല, ചവിട്ടി താഴ്ത്തിയിരിക്കും കേരളത്തിലെ ജനങ്ങളെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു.